ജീവിതത്തിൽ കടമകളും കടപ്പാടുകളും നിർവഹിക്കുന്നവരാവുക. നമ്മുടെ ജീവിതത്തിലുമുണ്ടാകും നമ്മെ നാമാക്കുവാൻ പരിശ്രമിച്ച മനുഷ്യരാകാൻ പ്രേരിപ്പിച്ചവർ. അവരുടെ വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ, ജീവിത മാതൃകയിലൂടെ, ശൈലിയിലൂടെ, അങ്ങനെ പല മനുഷ്യരെയും നമുക്കായി ദൈവം ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്. അത് നമ്മുടെ മാതാപിതാക്കളാകാം, ഗുരുനാഥന്മാരാകാം, സഹപാഠികളാകാം, കുടുംബത്തിലെ മുതിർന്ന വ്യക്തികളാകാം, നമ്മോടൊപ്പം കഴിയുന്ന ഇണകളാകാം. ചിലപ്പോഴൊക്കെ നാം അറിയാതെ വരുന്ന മറ്റു പലരുമാകാം. കുറച്ചൊക്കെ ജീവിതത്തിൽ നാം എന്തെങ്കിലും നേടിയിട്ടുണ്ട് എന്ന് അവകാശപ്പെടാൻ അതിന് പിന്നിലുണ്ടാകും നാമൊന്നും തിരിച്ചറിയാതെ പോകുന്ന ദൈവം നമുക്കായിട്ട് നിശ്ചയിച്ച മറ്റു ചിലർ. അവരെ കണ്ടെത്തുന്നിടത്താണ് നമ്മുടെ ഈ ഒരു ചെറിയ ജീവിതം ധന്യമാക്കാൻ നമുക്ക് സാധിക്കുക. ജീവിതത്തിൽ തോറ്റുപോയവരുണ്ടാകും, ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്നവരുണ്ടാകും, സന്തോഷം അന്യം നിൽക്കുന്നവരുണ്ടാകും. അവരോടൊപ്പം ചേർന്ന് നിന്ന് അവർക്ക് പ്രതീക്ഷയുടെ വാതിൽ തുറന്നിടുമ്പോഴാണ് നമ്മുടെ ജീവിതം, ദൈവം നമുക്ക് നൽകിയ ജീവിതം അർത്ഥപൂർണമാക്കിയെടുക്കുവാൻ സാധ്യമാകുന്നത്. പ്രതീക്ഷിക്കാതെ എത്തുന്ന ചില നിമിഷങ്ങളാകും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും അധിക അളവിൽ പലപ്പോഴും പ്രതിഫലിപ്പിക്കുന്നത്. അതെത്ര ശ്രമിച്ചാലും അത് തടയാനോ നിഷേധിക്കുവാനോ കഴിയില്ല. പിന്നെ അതിനോടൊപ്പം സമരപ്പെട്ട് മുന്നോട്ട് യാത്ര തുടരാനേ നമുക്ക് നിർവാഹമുള്ളൂ. നമ്മളിലേക്ക് വരുന്നതിനെ വരുന്നതുപോലെ സ്വീകരിക്കുവാൻ മനസ്സൊരുക്കുമ്പോഴാണ് പല പ്രതിസന്ധികളെയും നിഷ്പ്രയാസം തരണം ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്ന ആത്മസംതൃപ്തി നേടാനും സ്വസ്ഥമായി ഉണ്ണാനും ഉറങ്ങാനും നമുക്ക് സാധിക്കുന്നത്. കാലങ്ങൾ ആർക്കും വേണ്ടി മാറി നിൽക്കില്ല. പുതിയ ജീവിതത്തിൽ പുതിയ ജീവിതങ്ങൾ, ജീവിത ശൈലികൾ ഉടലെടുക്കുകയും പഴയത് കൊഴിഞ്ഞു പോവുകയും ചെയ്യും. അതിനിടയിൽ കിട്ടുന്ന തുച്ഛമായ നാളുകൾ, അത് മറ്റുള്ളവർക്ക് കൂടി എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നത് ചെയ്ത് ദൈവം നൽകിയ ജീവിതത്തിൻ്റെ ആയുസ്സിനെ ആസ്വദിച്ചുകൊണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ മറക്കരുത്.